ഹായ് മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കെമിസ്ട്രി പബ്ലിക് എക്സാമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന വെയിറ്റേജസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി 2023 ആ ഒരേ വെയിറ്റേജ് തന്നെയാണ് പബ്ലിക് എക്സാമിന് ഇപ്രാവശ്യം വരിക. മോഡൽ എക്സാമിന് ഏകദേശം അങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. വലിയൊരു ചേഞ്ച് ഒന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ലോവർ മാർക്ക് ഒരു ഇന്നത് മുതൽ ഇന്നത് വരെ എന്നൊക്കെ ചാപ്റ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങനെ കുറഞ്ഞ് വന്ന് ഇനി ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതേ ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, അത് മാത്രം നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൽ ഏകദേശം ഒരു 7 മുതൽ 8 മാർക്കൊക്കെ നോർമലി വരാറുണ്ട്. 7 മുതൽ 8 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഏകദേശം ഒരു 8 to 9 മാർക്സ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് ചിലപ്പോൾ 9 മാർക്ക് തന്നെ വരാം. ചിലപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ 8 to 9 ആണ് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന വെയിറ്റേജ് കേട്ടോ. ദെൻ നെക്സ്റ്റ് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഏകദേശം ഒരു 8 to 9 ആണ് അവിടെ നിന്ന്. ഞാൻ വേരിയേഷൻസ് വരാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. കെമിക്കൽ കൈനറ്റിക്സ് ഏകദേശം ഒരു 8 to 9 മാർക്സ് പ്രതീക്ഷിക്കാവുന്ന നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. അതുപോലെ നെക്സ്റ്റ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഏകദേശം എപ്പോഴും ഒരു 6 മാർക്ക് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് നല്ല മാർക്ക് വരാറുണ്ട്. ഏകദേശം ഒരു 10 മാർക്കോളം വരാറുണ്ട്. അപ്പോൾ 9 to 10 നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ ഐറീൻസ്. അത് ഏകദേശം ഒരു 6 to 7. ഇതിപ്പോൾ ഏകദേശം ഞാൻ പറയുന്നത് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. അറൗണ്ട് കറക്റ്റ് 60 മാർക്കിനല്ല ഞാൻ പറയുന്നത്. അറൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നോർമലി എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടാണ് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 മുതൽ 7 മാർക്കാണ് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് ആണ് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 7 to 8 വെയിറ്റേജസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ നല്ല മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്ന ചാപ്റ്ററൊക്കെ അറിയുന്നതാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നും അറൗണ്ട് 11 മാർക്കിനെ വരാറുണ്ട്. ഏകദേശം ഒരു 10 to 11 തന്നെ ഇപ്രാവശ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെയാണ് നമ്മൾ അമീൻസ്. പിന്നെയുള്ള 2 ചാപ്റ്റേഴ്സ് അമീൻസും ബയോമോളിക്യൂൾസ് ആണ്. അമീൻസ് ഏകദേശം ഒരു 5 മാർക്ക് തന്നെയാണ്. ഞാൻ കൂടുതൽ നോക്കിയ സമയത്ത് വലിയൊരു വേരിയേഷൻസ് ഒന്നും അമീൻസിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അമീൻസ് നിങ്ങൾക്കത് ഉണ്ടായെന്നൊക്കെ അറിയില്ല. ഏകദേശം അതേ വെയിറ്റേജ് തന്നെയാണ് പണ്ട് വരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതും. അമീൻസ് 5 മാർക്കിനാണ് വരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ബയോമോളിക്യൂൾസ് ഏകദേശം ഒരു 5 തന്നെ വരാറുണ്ട്. ചിലപ്പോൾ ഒരു 4 to 5 ഒതുങ്ങാം. ഓക്കെ, ഏകദേശം ഒരു 5 മാർക്ക് തന്നെയാണ് അമീൻസും ബയോമോളിക്യൂൾസിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് വെയിറ്റേജിനനുസരിച്ച് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ ഈ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, +2 കെമിസ്ട്രി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണം എന്തെങ്കിലും ടോപ്പിക്സോ അങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.